നാം ഇവിടെ പഞ്ചമഹാപുരുഷ യോഗങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ചൊവ്വ ഉണ്ടാക്കുന്ന, അപ്രകാരം ബുധനുണ്ടാക്കുന്ന 2 യോഗങ്ങൾ, രുചകമഹായോഗവും ഭദ്രമഹായോഗവും നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നാം ചർച്ച ചെയ്യുന്നത് 3ാമത്തെ ഗ്രഹമായ പഞ്ചഗ്രഹങ്ങളിൽ വ്യാഴം, 3ാമത്തെ ഗ്രഹമായ വ്യാഴം ഉണ്ടാക്കുന്ന ഒരു മഹായോഗമാണ്. ഈ പഞ്ചമഹാപുരുഷ യോഗത്തിൽ വ്യാഴം ഉണ്ടാക്കുന്ന യോഗത്തിനെ നാം പറയുക ഹംസമഹായോഗം എന്നാണ്. എപ്രകാരമാണ് ഹംസമഹായോഗം സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീനൻ ലഗ്നമായി അവിടെ വ്യാഴമുണ്ടാവുക ഹംസമഹായോഗമാണ്. അപ്രകാരം തന്നെ മിഥുന ലഗ്നമായി അവിടെ മീനത്തിൽ 10ാം ഭാവത്തിൽ വ്യാഴമുണ്ടാവുക ഹംസമഹായോഗമാണ്. അപ്രകാരം കന്നി ലഗ്നമായി 7ാം ഭാവത്തിൽ മീനത്തിൽ വ്യാഴമുണ്ടാവുക അതും ഹംസമഹായോഗമാണ്. അപ്രകാരം തന്നെ ധനുലഗ്നമായി 4ാം ഭാവത്തിൽ മീനത്തിൽ വ്യാഴമുണ്ടാവുക അതും ഹംസമഹായോഗമാണ്. പിന്നീട് ഹംസമഹായോഗം ഉണ്ടാകുന്നത് ധനുലഗ്നമായി ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ ഹംസമഹായോഗമാണ്. അപ്രകാരം മീനൻ ലഗ്നമായി 10ാം ഭാവത്തിൽ ധനുവിൽ വ്യാഴം നിന്നാലും, മിഥുനൻ ലഗ്നമായി 7ാം ഭാവത്തിൽ വ്യാഴം നിന്നാലും, അതേ പ്രകാരം കന്നി ലഗ്നമായി 4ാം ഭാവത്തിൽ വ്യാഴം നിന്നാലും അതും ഹംസമഹായോഗമാണ്. അപ്രകാരം മേടൻ ലഗ്നമായി കർക്കിടകത്തിൽ വ്യാഴം നിന്നാലും, കർക്കിടക ലഗ്നമായി കർക്കിടകത്തിൽ വ്യാഴം നിന്നാലും, തുലാലഗ്നമായി 10ാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം നിന്നാലും, മകരൻ ലഗ്നമായി 7ാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ഹംസമഹായോഗമാകുന്നു. അതിൻ്റെ ഫലം ഇപ്രകാരമാണ് ജാതകാദേശത്തിൽ വിശദീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അർത്ഥധർമ്മ സുഖഭാഗ് നൃപപൂജ്യ ശ്ലേഷ്മളോ ഗുരുസുര ദ്വിജഭക്ത സുസ്വര പ്രഥിതകീർത്തിരുദാരോ ഹംസജ സുരുചിര സ്ഥിരജീവി. ഹംസമഹായോഗമുള്ള വ്യക്തി ചിരജീവിയായിരിക്കും, അദ്ദേഹത്തിന് ദീർഘായുസായിരിക്കും. സുരുചിര, അദ്ദേഹം രുചിരമായി മനോഹരമായി തൻ്റെ ജീവിതത്തെ നയിക്കുവാൻ പ്രാപ്തനാകുന്നു. അദ്ദേഹത്തിന് ധനം, ധർമ്മം, സുഖം ഇതൊക്കെ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകുന്നു. അദ്ദേഹം രാജാവിനാൽ, അധികാരികളാൽ പൂജിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് ബ്രാഹ്മണന്മാരോടും ദേവന്മാരോടും ഗുരുക്കന്മാരോടും അങ്ങേറ്റം ഭക്തി ഉണ്ടാകും. അദ്ദേഹം കഫ പ്രകൃതിയുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശബ്ദം അതിമനോഹരമായിരിക്കും, ഹംസത്തിൻ്റെ ശബ്ദമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പ്രസിദ്ധമായ കീർത്തിയും ഔദാര്യ ഗുണത്തോടുകൂടി ഉള്ളവനുമായിരിക്കും. ഇപ്രകാരം എല്ലാ സകല ഗുണഗണങ്ങളുടെയും മൂർത്തിമത് രൂപമായിരിക്കും ഹംസമഹായോഗത്തിൽ ജനിച്ച വ്യക്തിയുടേത്. നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗമുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ജ്യോതിഷ കുതുകികളായ നിങ്ങൾ അന്യരുടെ ജാതകത്തിലും ഈ യോഗമുണ്ടോ, അത് എപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ, അല്ലെങ്കിൽ കർമ്മമേഖലയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധനാഭിവൃദ്ധിയെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. നന്ദി, നമസ്കാരം.